ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായിരുന്നെങ്കിലും രണ്ടാമത് പാട്ട് തുടങ്ങിയപ്പോൾ അതിഗംഭീരമായി തന്നെ അവർ പാടി. അടുത്തതായി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനായി വേദിയിലേക്ക് വരുന്നത് പ്രിയങ്കരനായ നമ്മുടെ പ്രസിഡന്റാണ്. വ്യത്യസ്തവും രസകരവുമായ പല കൾച്ചറൽ ഇവൻറ്റ്സിനും ചുക്കാൻ പിടിക്കുകയും മലയാളി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ തൻ്റെ നേതൃത്വ പാഠവും തെളിയിക്കുകയും ചെയ്ത് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പ്രസിഡൻഷ്യൽ ഇയറിൻ്റെ ഒടുവിൽ ഇന്ന് നിങ്ങളെ വരവേൽക്കാനും നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനുമായി എത്തുന്നു പ്രസിഡന്റ് ഹരി നാരായണസ്വാമി. ശരീരം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഡാൻസ് ഞാൻ മറന്നു. സാരമില്ല. Can I have the house lights on? I think we have to talk to people. Can we have the house lights on? അപ്പോൾ ഇത് നമ്മൾ 2012 കോമയുടെ ക്രിസ്മസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. 2012 വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്രിസ്മസിലെത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ വാലന്റൈൻസ് ഡേക്ക് സംസാരിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതിനുള്ളിൽ നമ്മൾ ഡിസംബർ എത്തിക്കഴിഞ്ഞു. വളരെ പെട്ടെന്ന് പോയൊരു വർഷമാതിരിയാണ് 2012 തോന്നുന്നത്. കോമ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം ഇത് വളരെയധികം തിരക്ക് പിടിച്ചൊരു വർഷം തന്നെയായിരുന്നു. ആർക്കും അറിയോ ഇത് എത്രാമത്തെ ഈവൻ്റാണ് കോമയുടെ ഈ വർഷത്തെ? ഗസ്? 7th event. Perfect. You kept it up. Awesome. Which means we met more frequent than at least 2 months. Every 2 months we had one event to get together, which is great. Okay. So നമുക്ക് ചെറിയൊരു retrospective. Let's look back to what all we did in 2012. നമ്മൾ February, March, early March. We all do it in February, but early March we got together for a Valentine's Day. We had the general body meeting. We revised our bylaws on that. Sustaining member membership introduced. Then April we had this very successful stage show. How many people were here? Stage show and nalla program aayirundhalle. It was a very very enjoyable program, I thought. Adu kazhinja nammal May in July we had the picnic at the park, which was again awesome. Ellarum ippozhum aa chicken taste undannu ellarum parayunnu. Thomas did an awesome job cooking that day. September we had this autumn function. We had about 250 people come for that event. Usual it was very very enjoyable event. Program quality was also very high. October adhigam perundayirunilla, but we did a sustaining member day program, and we had a good seminar educational program. Adiyayittan nammal angane oru educational program cheythathu. We had a seminar by nationwide on what to do in case of emergency. We had a panel of doctors come and discuss. So we introduced the programs were introduced. We had an even full year. Christmas ഒരുപാട് ആക്ഷനും ഒരുപാട് ഇൻവോൾവ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്ന വർഷം. ഏറ്റവും ചാലഞ്ച് ആയിരുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ ചാലഞ്ച് കമ്മിറ്റി ഫേസ് ചെയ്തിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ RSVP ചെയ്തിട്ട് വരാതിരിക്കുന്നവർ. ഇതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഓണം ഫംഗ്ഷന് ഞങ്ങൾക്ക് കിട്ടിയ RSVP 340 പേരായിരുന്നു. 340 പേര് വരും എന്ന് പറഞ്ഞ ഓണത്തിന് 250 പേര് വന്നു. പക്ഷേ ദാറ്റ് ഇറ്റ്സെൽഫ് വാസ് എ ഗുഡ് കൗണ്ട്. പക്ഷേ ഈ RSVP ചെയ്ത് വരാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വല്ലാതെ നഷ്ടം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇത് പ്ലാൻ ചെയ്യാനും ചെയ്യുന്ന കമ്മിറ്റിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. ലാസ്റ്റ് മിനിറ്റ് പാനിക്, ഫുഡ് അറേഞ്ച് ചെയ്യാം, അഗെയിൻ ഫുഡ് വേസ്റ്റ്, ഇങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ടാകും. We don't want to have all that. So next year, encourage your friends and everybody to come. Definitely make it RSVP and be there, and so that you know there is a committee who is working behind this incessantly to make it happen. പിന്നെ വേറൊരു സംഭവം നടന്നത് ഈ വർഷം ഉണ്ടായ കാര്യം ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു കമ്മിറ്റി മെമ്പർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതാണ് for the first time I really feel why I have done something worthwhile as part of this committee. നമ്മുടെ community member ആയിരുന്ന Anis and the family actually met with an accident.
ഇത് സംഭവിച്ച സമയത്ത് അനീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല. But very quickly we were able to get together, get a support team together. We were able to get support in the hospitals in the night. And then when next 30 days, people got together to support them with food and other things and give him all the support that we could. It was an unfortunate event, but I was very happy to see that we came together as a community to support him through the whole thing. So I want to give you all a big clap for supporting Anees and family. Looking forward to next year, I just want to tell you that we did not collect our annual membership today, with all the intent that you will be back here, showing your love to this organization at the next Valentine's Day, and sign up for being a sustaining member so that you can be there for every event we host the next year. So അടുത്ത വർഷം Valentine's Day, we will come back here, join us as a sustaining member, and take this organization forward. Mama is still in the path of evolving from an association to this family of Malayalis here in Columbus. അതൊരു വലിയൊരു കുടുംബമാക്കി തീർക്കുക, make it a big family that we can all be proud of. So see you all next year and enjoy the rest of the program.